ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതിപ്പെട്ട ബി.ജെ.പി. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ.ആർ. ശ്രീകുമാറിന്റെ ഭാര്യ സഹായം തേടിയിട്ടും മന്ത്രി ഒ.ജെ. ജനീഷ് സഹായിക്കാതിരുന്നത് അത്യന്തം പ്രതിഷേധാർഹമെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ. സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു സമീപനമല്ല ഉണ്ടാവേണ്ടത്. പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഇത്തരമൊരു വിഷയം ഉയർന്നു വന്നിട്ടും ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചിട്ടില്ലെന്നും കെ.വി. അബ്ദുൽ ഖാദർ പറഞ്ഞു. സംസ്ഥാനത്തെ ഒരു മന്ത്രിയോട് ഒരു വനിത തന്നെ ഒരാൾ മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ ന്യായമായും അക്കാര്യത്തിൽ ഇടപെടാനുള്ള ചുമതല ഒരു മന്ത്രിക്കുണ്ട്. പക്ഷെ മന്ത്രി ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല എന്നുള്ള അവരുടെ പ്രസ്താവന തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു കാര്യം വളരെ പ്രകടമാണ്. കൊടുങ്ങല്ലൂരിൽ BJPയും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ ബന്ധത്തിൻ്റെ പേരിലാണ് ജനീഷ് അവിടെ ജയിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതി പറഞ്ഞപ്പോൾ മന്ത്രി ജനീഷ് ശ്രദ്ധിക്കാതിരുന്നത് എന്നുള്ളത് വളരെ പ്രകടമാണ്. ഇത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യണം. വിവരങ്ങളുമായി ലെവിനാണ് ചെയ്യുന്നത്. ലെവിൻ, ഒ.ജെ. ജനീഷിനെതിരെയല്ലേ ഇപ്പോൾ അബ്ദുൽ ഖാദർ പ്രതികരിച്ചിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? അഞ്ജലി, കൊടുങ്ങല്ലൂർ സ്വദേശിയായിട്ടുള്ള BJPയുടെ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് A.R. ശ്രീകുമാറിനെതിരെ ഭാര്യ പ്രിയങ്ക ഇന്ന് ന്യൂസ് മലയാളത്തിലൂടെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ആ ആരോപണങ്ങൾ സ്ഥിരമായി തന്നെ മർദ്ദിക്കാറുണ്ടെന്നും കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ ഇത്തരത്തിൽ മർദ്ദനങ്ങൾ നേരിടേണ്ടി വന്നുവെന്നുമുള്ളതാണ്. ഇതിനിടയിൽ പോലീസുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ശ്രമിച്ചപ്പോൾ മർദ്ദനമേറ്റ് കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ ആശുപത്രിയിലെ ഡോക്ടർമാരടങ്ങുന്ന സംഘം, ഡോക്ടർ അഭിറാം അടങ്ങുന്ന ആളുകളടക്കം തന്നെ മടക്കി അയക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നുള്ളതാണ് പ്രിയങ്ക പറഞ്ഞത്. രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി അല്ലെങ്കിൽ ശ്രീകുമാറിന്റെ സ്വാധീനത്തിന് വഴങ്ങി ഡോക്ടർമാർ ഇത്തരമൊരു സമീപനം സ്വീകരിച്ചപ്പോൾ മന്ത്രി ഒ.ജെ. ജനീഷിനെ തന്റെ അമ്മ ഈ വിവരങ്ങൾ അറിയിച്ചു. പക്ഷേ ഡോക്ടറുടെ സമീപനവും ആശുപത്രിയിൽ നിന്ന് ചികിത്സയും നിയമസഹായവും ലഭിക്കാത്തതും അടക്കമുള്ള വിഷയങ്ങൾ മന്ത്രിയോട് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് സംബന്ധിച്ച് തന്നെ സഹായിക്കാനുള്ള ഒരു നിലപാട് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. മാത്രമല്ല തന്റെ പരാതി അവഗണിച്ചു എന്നുള്ളതാണ് പ്രിയങ്ക ഇന്ന് പറഞ്ഞത്. ഇത്തരമൊരു വിഷയത്തെ ചൂണ്ടിക്കാട്ടിയാണ് കെ.വി. അബ്ദുൽ ഖാദർ, CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി, മന്ത്രിക്കെതിരെ വിമർശനമായി ഉന്നയിക്കുന്നത്. ശ്രീകുമാറിന്റെ ഭാര്യ മന്ത്രിയോട് സഹായം അഭ്യർത്ഥിച്ചിട്ടും മന്ത്രി അനുകൂലമായ സമീപനം സ്വീകരിച്ചില്ല. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത് അബ്ദുൽ ഖാദർ. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയോട് ഒരു വനിത ഇത്തരത്തിലൊരു സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അതിൽ നടപടി സ്വീകരിക്കാതെ അവരെ അവഗണിച്ച സമീപനം ശരിയല്ല എന്നുള്ളതും അബ്ദുൽ ഖാദർ ചൂണ്ടിക്കാണിക്കുന്നു. BJPയുടെ സംസ്ഥാന നേതൃത്വവും ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ളൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇത്തരമൊരു ഗുരുതരമായ പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. അതിൽ നടപടിയൊന്നും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യവും അബ്ദുൽ ഖാദർ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് വിജയിച്ചത് ജനീഷ് MLA ആയതും മന്ത്രിയായതുമെല്ലാം BJPയുടെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളൊരു ആരോപണം കൂടി കെ.വി. അബ്ദുൽ ഖാദർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരം ഒരു കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം BJP നേതാവിനെതിരെ ഒരു ആരോപണം ഉയരുകയും പരാതി ഉണ്ടാവുകയും ഭാര്യ തന്നെ പരാതി ഉന്നയിക്കുകയും ചെയ്തിട്ടും അതിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും നടപടികളില്ലാതെ പോയിരിക്കുന്നതെന്നും അബ്ദുൽ ഖാദർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏതായാലും മന്ത്രി ജനീഷ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്തുള്ള മന്ത്രി നാളെ തൃശ്ശൂരിലെത്തിയാൽ ഈ വിഷയം സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. അഞ്ജലി, ശരി, ജനീഷിന്റെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ കിട്ടേണ്ടതുണ്ട്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.